ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ടില്ല. പാണക്കാട് ഇന്ന് ചേർന്ന അടിയന്തര നേതൃയോഗത്തിലാണ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനമായത്. UDF യോഗത്തിന് ശേഷമേ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സമീർ, മുസ്ലിം ലീഗിന് അധിക സീറ്റ് നൽകില്ല, പകരം രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന വാർത്ത അണികൾക്കിടയിൽ അമർഷത്തിനിടയാക്കി. ഇതോടെയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ അടിയന്തര നേതൃയോഗം ചേർന്നത്. മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനും വിട്ടുവീഴ്ച വേണ്ടെന്നും തീരുമാനിച്ചു. എന്നാൽ സീറ്റിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. UDF യോഗത്തിന് ശേഷം വിഷയത്തിൽ വ്യക്തതയാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവുമില്ല. അത് ഇനിയിപ്പോൾ UDF യോഗം ജാഥന്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. സമരാഗ്നിയുടെ സമാപനത്തിന് തൊട്ടു പിന്നാലെ സീറ്റ് വിഭജനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ജാഥയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ തമ്മിൽ അനൌദ്യോഗിക ചർച്ച നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചു. പകരം രാജ്യസഭാ സീറ്റിൽ ചർച്ചയാകാമെന്നാണ് നിലപാട്. അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ ഓൺലൈനായി ഔദ്യോഗിക ചർച്ച നടത്തും. ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന നിലപാട് K മുരളീധരൻ MP ആവർത്തിച്ചു. അതിനുള്ള യോഗ്യത CPIക്ക് 4 സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5 6 ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് 4 കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാ, ഞങ്ങൾക്ക് 5 6 സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന്. അതാണ് അദ്ദേഹം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. LDF സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനാണ് UDF നേതാക്കളുടെ ശ്രമം. 24 തിരുവനന്തപുരം. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കുമുള്ള സാധ്യത ഇനി ഇല്ല എന്ന് വ്യക്തമാവുകയാണോ? കോൺഗ്രസിന് വഴങ്ങേണ്ടി വരികയല്ലാതെ മറ്റൊരു സാഹചര്യം ഇല്ല എന്നാണോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വിലപേശൽ ഇതിന് പിന്നിൽ ലീഗ് കണക്ക് കൂട്ടുന്നുണ്ടോ? ഗോപി, ഇതൊരു വിലപേശലായി ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താനാകും. കാരണം കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് ലഭിക്കില്ല എന്നുള്ള സൂചനകൾ പുറത്തുവന്നത്. ഈ ഒരു ഘട്ടത്തിൽ അണികൾക്കിടയിൽ വലിയൊരു അമർഷത്തിനിടയാക്കി. കാരണം എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നേതൃത്വം ഒരുങ്ങുന്നു എന്നുള്ളത് പ്രതിഷേധത്തിനിടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് ഇന്ന് പാണക്കാട് അടിയന്തര യോഗം ചേരുകയും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി തയ്യാറല്ല, പകരം സീറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതോടുകൂടിയാണ് ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളെ മുസ്ലിം ലീഗ് നേതൃത്വം അറിയിക്കുകയും ചെയ്യും. പശ്ചാത്തലത്തിൽ സീറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കും. എന്നാൽ ഒരു പക്ഷേ ഇക്കാര്യം പറഞ്ഞ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുകയോ പ്രതിരോധത്തിലാക്കാനോ മുസ്ലിം ലീഗ് തുനിയില്ല. പകരം രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നടക്കുമ്പോൾ അതിൽ വിജയം ഉറപ്പുള്ള 1-2 സീറ്റ് ലഭിക്കണമെന്നുള്ള കാര്യത്തിലേക്കും ലീഗ് ഒരുപക്ഷെ അത്തരമൊരു വിട്ടുവീഴ്ചയിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ UDF-നായിട്ടില്ല. കാരണം മുസ്ലിം ലീഗിന്റെ മൂന്നാമത്തെ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉഭയകക്ഷി ചർച്ചകളും ഒപ്പം തന്നെ തീരുമാനങ്ങളും നീണ്ടുപോകുന്നത്. ഗോപി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.